ലോക്സഭയിൽ മുൻ കരസേനാ മേധാവി എം നരവനെയുടെ ലേഖനം ഉന്നയിച്ചുള്ള ബഹളത്തിൽ നടപടിയെടുത്ത് സ്പീക്കർ 8 പ്രതിപക്ഷ എംഎൽഎമാരെ സസ്പെൻഡ് ചെയ്തു. ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എംപി എന്നിവരുൾപ്പെടെ ഉള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബഹളത്തെ തുടർന്ന് സഭ നാളെ വരെ നിർത്തിവെച്ചു. ആസിഫ് മുഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, ഇന്നലെയും വലിയ ബഹളമായിരുന്നു, ഇന്നും വലിയ ബഹളം തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ എംപിമാർക്കെതിരെ നടപടി കൂടി എടുത്തിരിക്കുകയാണ്. ഏതൊക്കെ എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്? എങ്ങനെയാണ് നടപടികൾ? തീർച്ചയായും ഇന്നലെയും ഇന്നും നരവനെയുടെ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് ലോക്സഭയിൽ പ്രതിപക്ഷ എംപിമാർ ഇന്ന് പ്രതിഷേധം നടത്തിയത്. രാഹുൽ ഗാന്ധി ഇന്നും സമാനമായ രീതിയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല, പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണ് തുടങ്ങി ഇന്നലെ ചൂണ്ടിക്കാണിച്ച അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്പീക്കർ ഈ ഒരു പ്രസംഗം തുടരുന്നത് തടയാനുള്ള ശ്രമം നടത്തിയത്. ആ സമയത്ത് രാഹുൽ ഗാന്ധി പുസ്തകം താൻ കോട്ട് ചെയ്യുന്നില്ല, പക്ഷേ അതിൽ ഉന്നയിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടെ, അതിനെക്കുറിച്ച് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തുകയും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്താണ് പ്രതിപക്ഷ നിരയിലുള്ള എംപിമാർ പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിന് സ്പീക്കർ വഴങ്ങാത്തതിനെ തുടർന്നാണ് അല്പനേരം നീണ്ടുനിന്ന ഒരു പ്രതിഷേധം ലോക്സഭയിലുണ്ടായത്. ഈ സമയത്ത് സ്പീക്കറുടെ ചെയറിന് നേരെ പേപ്പറുകൾ വലിച്ചെറിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ എംപിമാർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട BJP പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയുടെ പിന്നാലെയാണ് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, മാണിക്യം ടാഗോർ ഉൾപ്പെടെയുള്ള 8 എംപിമാർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് വരെ ഈ ഒരു വിഷയത്തിലുള്ള വിഷയാവതരണം തുടരാനും പ്രതിഷേധങ്ങൾ തുടരാനുമുള്ള തീരുമാനം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് മുൻ ആർമി ചീഫായിരുന്ന കരസേനാ മേധാവിയായിരുന്ന നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടും അതിൽ ചൈന ഇന്ത്യ യുദ്ധവുമായി അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സഭയിൽ വിഷയം ഉന്നയിക്കാനുള്ള ശ്രമം നടത്തുകയും അത് ഭരണപക്ഷം കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ടിലായതും ലോക്സഭയിലും രാജ്യസഭയിലും വിഷയത്തിൽ കാര്യങ്ങൾ ഉന്നയിച്ച് ചർച്ച നടത്തി മുന്നോട്ട് പോകുമെന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷവും ഉള്ളത്. ശരി ആസിഫ്.